പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചന പ്രഘോഷണം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 44 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് അപ്രതീക്ഷിതമായിരിക്കും എന്ന പരമമായ സത്യമാണ്. നോഹയുടെ കാലത്തെ ആളുകൾ തങ്ങളുടെ ലൗകിക കാര്യങ്ങളിൽ മുഴുകി വരാനിരിക്കുന്നതിനെക്കുറിച്ച് അജ്ഞരായിരുന്നു. അതുപോലെ മനുഷ്യപുത്രൻ്റെ വരവും പെട്ടെന്നുള്ള ഒന്നായിരിക്കുമെന്ന് യേശുക്രിസ്തു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വയലിലുള്ള 2 പേരിൽ ഒരാളെ എടുക്കുകയും മറ്റേയാളെ ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന ഉപമ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതശൈലിയും തെരഞ്ഞെടുപ്പുകളും നിത്യതയെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഒരു കള്ളൻ എപ്പോൾ വരുമെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരുക്കത്തോടെ ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം. പ്രാർത്ഥനയും കുമ്പസാരവും കരുണയുടെ പ്രവൃത്തികളും ഇതിൻ്റെ ഭാഗമാണ്. ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഭൗതികമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ സ്വർഗീയമായവയെ അന്വേഷിക്കണം എന്നാണ്. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അനുദിനം പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തെ സ്നേഹവും സമാധാനവും കൊണ്ട് നിറയ്ക്കാം. ഓരോ ദിവസവും ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ആഗമനകാലം അതിനുള്ള ഒരു മനോഹരമായ അവസരം കൂടിയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ ഒരു വഴിപാടായി മാറ്റാം. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.